വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ കൊന്നു കുഴിച്ചിട്ട സംഭവത്തിലെ മുഖ്യപ്രതി നൌഷാദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. ബംഗളൂരുവിൽ നിന്നാണ് പ്രതിയെ എത്തിച്ചത്. വിവരങ്ങളുമായി അഭിന പി ചിറയ്ക്കൽ ചേരുന്നു. അഭിന, വിവാദമായ ഹേമചന്ദ്രൻ കൊലക്കേസിൽ മുഖ്യപ്രതി നൌഷാദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ. പ്രതി എന്ന് സംശയിക്കുന്ന നൌഷാദിനെയാണ് ഇന്ന് ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആദ്യം സൗദിയിലായിരുന്ന ഇന്നലെയായിരുന്നു വിസയുടെ അവസാനം കാലാവധി ഉണ്ടായിരുന്നത്. ഈ കാലാവധി അവസാനിച്ച ഉടൻ തന്നെ നൌഷാദ് ഇന്നലെ സൗദിയിൽ നിന്നും മസ്കറ്റിലേക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മസ്കറ്റിൽ നിന്നും വിമാനം മാറി കയറി ബാംഗ്ലൂരിലേക്കാണ് എത്തിച്ചത്. ആദ്യം കൊച്ചിയിലെ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാവരെയും മാറ്റിക്കുറിച്ചുകൊണ്ട്, അതായത് ഈ മസ്കറ്റിൽ നിന്നും പിന്നീട് നേരെ ബാംഗ്ലൂരിലേക്കാണ് പ്രതി നൌഷാദ് കടന്നു കളഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനു മുൻപ് തന്നെ പോലീസ് കഴിഞ്ഞ ദിവസം ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലുക്കൌട്ട് നോട്ടീസ് എല്ലാ സ്ഥലങ്ങളിലും പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ പിടികൂടാൻ വളരെ വേഗത്തിൽ തന്നെ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ എയർപോർട്ടിൽ, ബാംഗ്ലൂരിലെ എയർപോർട്ടിൽ വെച്ചിട്ടാണ് ഈ പ്രതി നൌഷാദിനെ പോലീസ് പിടികൂടുന്നതും പിന്നീട് ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിന് മുന്നോടിയായിട്ട് ഈ പ്രതി കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ താനല്ല ഈ കൊലപാതകം ചെയ്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. താനല്ല ഈ ഒരു മരണത്തിന്റെ ഉത്തരവാദി എന്നുള്ളതടക്കം നൌഷാദ് നേരത്തെ തന്നെ വ്യക്തമാക്കുന്ന ഒരു വീഡിയോ അടക്കം ഫേസ്ബുക്കിൽ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും വലിയ വിവാദങ്ങളിലേക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. കൂടാതെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അറസ്റ്റ് ചെയ്ത ആളുകളെല്ലാവരും പറയുന്നത് നൌഷാദ് തന്നെയാണ് ഇതിൽ പ്രധാനമായും ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി എന്ന് തന്നെയാണ് ഇവരെല്ലാവരും പറയുന്ന മൊഴികളിലടക്കം ഇത് തന്നെയാണ് ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീലഗിരിയിൽ വെച്ചിട്ടാണ് ഹേമചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തുന്നതും ഇവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും പിന്നീട് വയനാട് ഭാഗത്തേക്ക് കൊണ്ടുപോവുകയും വയനാട്ടിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു കൊലപാതകം നടത്തുകയും പിന്നീട് അത് നീലഗിരിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ചാണ് ഈ ഒരു മൃതദേഹം ഇത്തരത്തിൽ കുഴിച്ചു മൂടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ വലിയ ആസൂത്രിതമായിട്ട് തന്നെയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു കേസിൽ ഈ പ്രതിയുടെ, അതായത് നൌഷാദിന്റെ ഒരു പെൺസുഹൃത്തും ഉണ്ട് എന്നുള്ള ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു വ്യക്തത ഇതുവരെയായിട്ടും വന്നിട്ടില്ല. പോലീസ് ഇക്കാര്യവും നേരത്തെയും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നൌഷാദിന്റെ പെൺസുഹൃത്ത് ഇതിൽ പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പോലീസും ഇതുവരെയായിട്ടും ഒരു വ്യക്തതയും ഇതിനോടകം നൽകുകയും ചെയ്തിട്ടില്ല. പക്ഷേ കണ്ണൂർ, ഗൂഡല്ലൂർ എന്നീ സ്ഥലങ്ങളിലെ 2 യുവതികൾ ഈ ഒരു കേസുമായി സംബന്ധിച്ച് ഹേമചന്ദ്രനെ വിളിക്കുകയും അതോടൊപ്പം തന്നെ ഹേമചന്ദ്രനെ വീട്ടിൽ നിന്ന് ഇറക്കുന്നതിന് ഈ 2 പെൺസുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നൌഷാദിന്റെ പെൺസുഹൃത്ത് ഈ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ ഇതുവരെയായിട്ടും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഈ കേസുമായി സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ കിട്ടേണ്ടതുണ്ട്. അത് ഈ ഒരു നൌഷാദിന്റെ മൊഴിയിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നൌഷാദിനെ ഇന്ന് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹേമചന്ദ്രന്റെ കൊലപാതകം നടന്നതുമായി ബന്ധപ്പെട്ടും ഈ ഹേമചന്ദ്രനെ കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് എത്തിക്കുന്ന വഴി കാറിൽ വെച്ച് ഹേമചന്ദ്രനെ മർദ്ദിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നേരത്തെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ മർദ്ദിച്ചതിന്റെ പാടുകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹേമചന്ദ്രനെ ഏത് രീതിയിലാണ് കൊലപ്പെടുത്തിയത്, ആരൊക്കെയാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിനായി ഇനി നൌഷാദിന്റെ മൊഴിയായിരിക്കും ഇനി നിർണായകമാവുക. അർജുന, വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ കൊന്ന കുഴിച്ചിട്ട സംഭവത്തിലെ മുഖ്യപ്രതി നൌഷാദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ബംഗളൂരുവിൽ നിന്നാണ് പ്രതിയെ എത്തിച്ചത്. അഭിനയാണ് വിവരങ്ങൾ നൽകിയത്.